പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം. തെക്കൻ വസീറിസ്ഥാൻ ജില്ലയിലെ ഫ്രോണ്ടിയർ കോർപ്പസ് ക്യാമ്പിന് സമീപമാണ് ചാവേർ ആക്രമണം ഉണ്ടായത്. തെഹ്രിക്-ഇ-താലിബാൻ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് 10 തീവ്രവാദികളെ പാകിസ്ഥാൻ സൈന്യം വധിച്ചു. കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ ട്രെയിൻ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അരുൺ ചേരുകയാണ്. അരുൺ, ഇത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാനിൽ വളരെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തീവണ്ടി ഇത്തരത്തിലുള്ള അക്രമകാരികൾ തട്ടിയെടുത്തത്. അവിടെ തീവണ്ടിയിൽ ബന്ധിയാക്കിയവരെ മോചിപ്പിച്ചു. അതിന്റെ തൊട്ടുപിറകെയാണ് ഇത്തരത്തിലൊരു ചാവേർ ആക്രമണം ഉണ്ടായത്. എന്താണ് സാഹചര്യം, മറ്റു വിശദാംശങ്ങൾ? സിന്ധൂരി, നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലുള്ള സ്ഥിതിഗതികൾ ഒട്ടും ഭൂഷണമല്ല. കാരണം നേരത്തെ സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 400 യാത്രക്കാരുമായി പോയ ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ തട്ടിയെടുക്കുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. തെക്കൻ വസീറിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഒരു ചെക്ക് പോസ്റ്റിലാണ് ഈ ഒരു തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഈ ചെക്ക് പോസ്റ്റിലേക്ക് വിഘടനവാദികൾ എത്തുകയും ഇതിനെ തടയാൻ സുരക്ഷാ സേന ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ വിഘടനവാദികളെ തടയുന്ന സമയത്ത് അവർ തിരിച്ച് നിറയൊഴിക്കുകയും കൂടാതെ ഈ ചാവേറുകളിൽ ഉൾപ്പെട്ട ഒരാൾ ആൾ ബോംബായി പൊട്ടിത്തെറിക്കുകയും ആയിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 10 പേരെ സുരക്ഷാ സേന വധിച്ചു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസമായി പാകിസ്ഥാനിൽ നടക്കുന്ന രാഷ്ട്രീയ ഒരു അസന്തുലിത അവസ്ഥയുണ്ട്. കാരണം ഇതിൽ പ്രധാനമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ട്രെയിൻ തട്ടിയെടുക്കുക, അതിലുള്ള ആളുകളെ ബന്ദിയാക്കുക, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സേനയുമായി വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവുക, എന്നിട്ട് ഇതിനെല്ലാം തുടർച്ചയായി ഈ വിഘടനവാദികളെല്ലാം വധിക്കുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും നമ്മൾ തന്നെ നൽകിയിരുന്നു. എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മറുപടി കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതുമായി ആശങ്കപ്പെടുത്താനുള്ള സാഹചര്യം ഇല്ല. പാകിസ്ഥാനിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരുവാനാണ് താൻ ഉൾപ്പെടെയുള്ള ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിനെ ആരെങ്കിലും അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളതിനെ പ്രതിരോധിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ ട്രെയിൻ ആക്രമണത്തിൻ്റെ പിന്നിൽ ഈ ട്രെയിൻ ആക്രമിച്ച് ട്രെയിൻ കടത്തിക്കൊണ്ടുപോയി ബന്ദികളാക്കിയതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു ചാവേറാക്രമണവും പാകിസ്ഥാനിൽ സംഭവിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനുകൾ നൽകാൻ കഴിയും. സിന്ധൂരി. ഓക്കെ, വ്യക്തമാണ് അരുൺ. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം നടന്നിരിക്കുകയാണ്. തെക്കൻ വസീറിസ്ഥാൻ ജില്ലയിലെ ഫ്രോണ്ടിയർ കോർപ്സ് ക്യാമ്പിന് സമീപമാണ് ചാവേർ ആക്രമണം ഉണ്ടായത്. തെഹ്രിക്-ഇ-താലിബാൻ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട 10 തീവ്രവാദികളെ പാകിസ്ഥാൻ സൈന്യം വധിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണം പോലുള്ള പ്രശ്നങ്ങളെ കൃത്യമായ രീതിയിൽ നേരിടുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. വരും സമയങ്ങളിലായിരിക്കും ഇതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം മരണം സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.